Hello friends, welcome to Electron College. We will discuss കുറച്ച് objective questions ആണ്. Okay. നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള പോലെ കുറച്ച് objective questions ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കേ. നമ്മൾ അന്ന് സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം. That is we will be having a circuit shown. Okay. സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will be having two circuits. Okay. ഒന്നാമത്തെ ചെറിയൊരു ഡയോഡാണ് വിത്ത് എ സപ്ലൈ വോൾട്ടേജ് ആൻഡ് എ റെസിസ്റ്റർ ഈസ് ഗിവൺ. ഓക്കെ. സിമിലർലി നമ്മുടെ കയ്യിൽ വേറൊരു സർക്യൂട്ട് ഉണ്ട് ലൈക്ക് ദിസ്. ഓക്കെ. ഇതുപോലെ ഒരു സർക്യൂട്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫിഗർ എ എന്ന് പറയുന്ന സാധനം ഇതാണ് ഫിഗർ എ. ഇതാണ് നമ്മുടെ ഫിഗർ ബി. ഓക്കെ. ഇതാണ് വി ഡി, ഇതാണ് അഗെയിൻ വി ഡി. Then this is your ID current and this is your ID current. Okay, the plus minus. Okay. Now figure B, figure A, figure this C ആണ്. Okay. The figure C ആണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ a curve is given for you. ഇതിൽ you are given so many curves. Okay. 4 കർവ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐ ഡി എന്ന് പറയുന്ന സാധനം. ദിസ് ഈസ് യുവർ കർവ് എ, ഇത് കർവ് ബി, ഇത് കർവ് സി, ഇത് കർവ് ഡി, ഇത് കർവ് സി. ഓക്കെ. ദിസ് ഈസ് യുവർ ഫിഗർ ബി. അപ്പോൾ 3 ഫിഗേഴ്സ്, ഫിഗർ എ, ഫിഗർ ബി, ഇത് ഫിഗർ സി. ഓക്കെ. അപ്പം ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ എ, ഈ ഫിഗർ പ്രകാരം ദ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സർക്യൂട്ട് യൂസിങ് ഐഡിയൽ കമ്പോണൻസ് ഈസ് ഗിവൺ ബൈ കർവ് എ. അതായത് ഈ ഫിഗർ പ്രകാരം നിങ്ങളുടെ കർവ് തന്നിട്ടുണ്ട്. ഏതാണ്? ഫിഗർ എ ആണ്. നമുക്ക് കർവ് നോക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ ഫിഗർ നോക്കും. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് നമ്മുടെ ഐ ഡി എന്ന് പറയുന്നത് വിൽ ബി ഫ്ലോയിങ് ഇൻ ദ ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് വി ഡി. വി ഡിയിൽ അതേപോലെ തന്നെ അത് പ്ലസ് ആണ് ഇവിടെയും വരുന്നത്, ഇവിടെ എന്താണ് പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ 2 വോൾട്ടേജ്, അതായത് അപ്ലൈഡ് വോൾട്ടേജ് വി ഡിയും അതുപോലെ ഐ ഡിയും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സ്ലോപ്പാണ് കിട്ടുക. അതുകൊണ്ടാണ് കർവ് എ വന്നത്. ഇനി നമ്മൾ എടുത്ത ഫിഗർ നോക്കുക. ഈ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾ ഫിഗർ സിയിൽ ഐ ഡി എന്ന് പറയുന്ന സാധനം ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ശരിയല്ലേ? ഏതിൻ്റെ ഇവിടെ പ്ലസ് ഇങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ഐ ഡി ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഐ ഡി അതായത് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡയോഡും നമ്മുടെ സപ്ലൈ ഒക്കെ നേരെ റിവേഴ്സ് ഡയറക്ഷനിലാണ്. അതായത് ഈ കർവ് സി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? നിങ്ങളുടെ കറൻറ്റും നിങ്ങളുടെ വോൾട്ടേജും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഏതിന് ഓപ്പോസിറ്റ് ആയിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന ഐ ഡീൻ്റെ നേരെ റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ നേരത്തെ ഉണ്ടായ ഐ ഡീൻ്റെ നേരെ റിവേഴ്സ് പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതാണ് സർക്യൂട്ട് വരിക? സർക്യൂട്ട് വിൽ ബി സി. സോ ദിസ് വിൽ ബി യുവർ ആൻസർ. ക്ലിയർ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അത്, അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. സോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിച്ച് കർവ് ഇൻ ഫിഗർ ബി റെപ്രസെൻറ്റ്സ് ദ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ സി. ഇതിൽ ഈ സർക്യൂട്ടിലെ ഏത് കർവാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഫിഗറിനനുസരിച്ച് ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് എ നെറ്റ്വർക്ക് in which the diode is an ideal one. Okay. This is your figure. ഇവിടെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ. ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ്. ദിസ് ഈസ് യുവർ കറണ്ട് ഐ. ദെൻ 2 ohm. ഇത് ഡയോഡ്, ഇത് 5 വോൾട്ട്. ഓക്കെ. അപ്പം ഏതാണ് ടെർമിനൽ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? ഇതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. വി വിൽ ബി ഹാവിങ് സം ഓപ്ഷൻസ്. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് കയ്യിലുള്ളത്. ഇത് ഐ, ഇത് വി തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും അതൊക്കെ സെയിം ആണ്. ഇത് ഐയും ഇത് വിയും തന്നെയാണ്. ദെൻ പിന്നെ ഇവിടെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സിമിലർലി ഒരു കർവ് തന്നെയാണ്. ഓക്കെ. ഐയും വിയും തന്നെയാണ്. അതുപോലെ ഇവിടെ വേറൊരു കർവുള്ളത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസും തന്നിട്ടുണ്ട് അവർ. ഓക്കെ. ഇത് 5, ഇത് 5, ഇത് വി, ഇത് ഐ. പിന്നെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1/2. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2. ദെൻ ഇതിൻ്റെ സ്ലോപ്പും ഇറ്റ് വിൽ ബി അഗെയിൻ 2. ഇതിൻ്റെ സ്ലോപ്പും ഇറ്റ് വിൽ ബി അഗെയിൻ 2. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം.
അല്ലേ? അപ്പോൾ ആ ഫിഗർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നിങ്ങളുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിങ്ങളുടെ വി, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി അല്ലേ, ആ വി ലെസ് ദാൻ യുവർ 5 വോൾട്ട് ആണെങ്കിൽ എന്താണ് ഡയോഡിന് സംഭവിക്കുക? അതായത് നിങ്ങളുടെ വി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഈ 5 വോൾട്ടിനെക്കാട്ടി കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഡയോഡ് ബയാസ്ഡ് ആവുമോ? ബയാസ്ഡ് ആവും, പക്ഷേ എങ്ങനത്തെ ബയാസ്ഡ് ആയിരിക്കും? ഇറ്റ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. അതായത് അതിലെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഈ കറണ്ടായി ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, കറണ്ട് ഈക്വൽ ടു 0 അല്ലേ? ക്ലിയർ? അപ്പം എന്താവണം? നിങ്ങളുടെ വി എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ യുവർ 5 വോൾട്ട്. ശരിയല്ലേ? അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന കേസിലുള്ള വി എത്രയായിരിക്കും? വി എന്ന് പറഞ്ഞാൽ ഇതിലെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അതായത് നിങ്ങൾ ഈ റെസിസ്റ്ററിലെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ്, അതായത് റെസിസ്റ്ററിൽ എന്താണ് ഡ്രോപ്പ്, അതായത് I × 2 ശരിയല്ലേ? 2I പ്ലസ് ആര്? ഈ 5. ക്ലിയർ? ഇനി നമ്മളിതൊരു നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു ഇക്വേഷൻ ആണ് ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പോലെ എനിക്ക് എന്ത് കിട്ടും? y = mx + c. ശരിയാണല്ലോ? അതിൽ c എന്ന് പറയുന്ന സാധനമാണ് എന്ത്? 5. അതുപോലെ m എന്ന് പറയുന്ന സാധനമാണ് 2. m എന്ന് പറഞ്ഞാൽ ആരാ? സ്ലോപ്പാണ്. c എന്ന് പറഞ്ഞാൽ ആരാ? ഇൻ്റർസെപ്റ്റാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ നോക്കുക. ഇത് തന്നതിൽ ഏതായിരിക്കും ഫിഗർ? ഇൻ്റർസെപ്റ്റ് 5. ഇതെല്ലാം 5 ആണ് കേട്ടോ, ഇതെല്ലാം 5 ആണ്. ഓക്കെ, ഇൻ്റർസെപ്റ്റ് 5 ഉള്ള എല്ലാം ഇൻ്റർസെപ്റ്റ് 5 ആണ്. ഇതിൽ തന്നിരിക്കുന്നത് ഇതാണ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇതിൽ ഇൻ്റർസെപ്റ്റ് 5 ഉണ്ട്. സിമിലർലി സ്ലോപ്പ് എത്രയാണ്? 2 ആണ്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ വരിക? യുവർ ആൻസർ വിൽ ബി സി. ഇവിടെ ഇൻ്റർസെപ്റ്റ് 5, അതുപോലെ സ്ലോപ്പ് 2. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. നമ്മളെ കൺസെപ്ച്വൽ കാര്യങ്ങൾ കുറച്ചൊന്ന് അറിയണമെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, നെക്സ്റ്റ്, അസ്യൂമിങ് ദ ഡയോഡ്സ് D1 and D2 of the circuit is shown in the figure to be ideal ones. ഓക്കെ, സർക്യൂട്ട് ആദ്യം വരക്കാം. അതായത് ഇതാണ് നമ്മുടെ സർക്യൂട്ട്. യു വിൽ ബി ഹാവിങ് D1, then you will be having VI, പിന്നെ ഒരു ഡയോഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ ഒരു ഡയോഡ് ഉണ്ട്. യു വിൽ ബി ഹാവിങ് അഗെയിൻ എ റെസിസ്റ്റർ RL. ഓക്കെ, അപ്പം ഈ RL =∞ തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡയോഡ് D2. ഇത് 5 വോൾട്ട്. ഇത് റെസിസ്റ്റർ 2 ഓം. ഇത് 10 വോൾട്ട്. ഇത് D1. ഓക്കെ, അപ്പം ഇതിലെ ഫ്ലോ ചെയ്യുന്നതാണ് VI. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇത് ഐഡിയൽ ആണെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് 3-4 തരാം. and it will be more clear. ഇത് VI, ഇത് VO. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വൺ ഇതാണ്. ഇത് VI, ഇതെന്താണ്? VO. സിമിലർലി ദിസ് ഈസ് യുവർ VI ആൻഡ് ദിസ് ഈസ് യുവർ VO. ഓക്കെ, 3 ഫിഗർ മതി. ഓക്കെ, വി വിൽ ഡിസ്കസ്. അപ്പം ഇതിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്. ദിസ് ഈസ് യുവർ സെക്കൻഡ് വൺ. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് വൺ. നെക്സ്റ്റ് ദിസ് ഈസ് യുവർ തേർഡ് വൺ. ഓക്കെ, എല്ലാത്തിനും വോൾട്ടേജ് ഉണ്ട്. ഇത് 10, ഇത് 5, ഇത് 10. ഓക്കെ, ഇത് 5, നെക്സ്റ്റ് ഇത് 5, ഇത് 10. അതായത് ഇത് 5 ആണ്, ഇത് എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിന് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തഡോളജി തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. എന്താണ് ഫോളോ ചെയ്യേണ്ടത്? നിങ്ങൾ അസ്യൂം ഐഡിയലാണ് ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ ഏത് ഡയോഡ് എവിടെയാണ് ഫോർവേഡ് ബയസ്ഡ് ആവേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അപ്പം ഇതിൽ നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് ഈ 10 വോൾട്ടിനെക്കാട്ടിയും കുറവ്. അതായത് ഫസ്റ്റ് കണ്ടീഷൻ, വെൻ യുവർ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വോൾട്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയോഡ് D1 എന്താവും? D1 ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ഈ 10നെക്കാട്ടിയും കൂടണ്ടേ? അപ്പോൾ ഈ D1 എന്താവും? ഓഫ് ആവും. ശരിയല്ലേ? അതുപോലെ തന്നെ D2 ചോദിക്കാനൊന്നുമില്ല. D2 എന്ത് തന്നെയാവും? ഓഫ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ഇതിലേക്ക് കിട്ടുന്ന വോൾട്ടേജ്, ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾ ഏത് വോൾട്ടേജ് ആണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ അതായിരിക്കില്ലേ? അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? 10 വോൾട്ട് ഉള്ളതിൽ ഗ്രേറ്റർ. ഓക്കെ, ഇനി ഇപ്പം സപ്പോസ് ഇവിടെ നെക്സ്റ്റ് കണ്ടീഷനിൽ VI ഗ്രേറ്റർ ദാൻ 10 വോൾട്ടാണെന്ന് വിചാരിക്കും. 10 വോൾട്ടിനെക്കാട്ടിയും കൂടുതലാണ്. അപ്പോൾ ഇത് ഓൺ ആവും. അതായത് നിങ്ങളുടെ ഏത് ഡയോഡ് ഓൺ ആവും? യുവർ D1 വിൽ ബി ഓൺ. D2 എന്താവും? D2 വിൽ ബി ഓഫ് അല്ലേ?
D2 will be again off. അപ്പം D1 ഓൺ ആവും, ആ സമയത്ത് D2 എന്താണ് ഓഫാണ് ആവുക. ഓക്കെ, അപ്പം ഇവിടെയുള്ള ഈ കണ്ടീഷനിൽ നമ്മുടെ എന്താണ് സംഭവിക്കുക? കാരണം D2 എങ്ങനെ ഓഫ് ആവുന്നത്? ഇത് റിവേഴ്സ് ബയാസ്ഡിലല്ലേ, കാരണം ഇവിടെ നെഗറ്റീവ് അല്ലേ വരുന്നത്. ഇത് പ്ലസ് ആയതുകൊണ്ടാണ് ഇത് ഓൺ ആവുന്നത്. ഇത് എന്ത് കേസ് ആയാലും D2 ഓഫാണ്. രണ്ടിലും റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് രണ്ടിലും D2 ഓഫാണ്. ഇവിടെ D1 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഓൺ ആവുന്നുള്ളൂ രണ്ട് കേസിൽ. അപ്പോൾ D1 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഓഫായ സമയത്ത് നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എത്ര വോൾട്ടേജ് ആണ് നിങ്ങൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ആ വോൾട്ടേജ്. സോ യുവർ V1 V ഔട്ട് വിൽ ബി V in. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് വി ഔട്ട് 10 ആയത്? ഇവിടെ 10 വോൾട്ടേജ് ആയിരുന്നു മിനിമം ഉണ്ടായിരുന്നു. അപ്പോൾ 10 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക, മിനിമം അല്ല മാക്സിമം ഉണ്ടായിരുന്നത്. കാരണം വി ഐ എന്ന് വെച്ചാൽ 10-നെക്കാട്ടിയും കുറവാണല്ലോ. അപ്പോൾ അതല്ലല്ലോ വരേണ്ടത്, അപ്പോൾ 10 അല്ലേ വരേണ്ടത്. അപ്പോൾ 10 ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇവിടെ നിങ്ങൾ 10-നെക്കാട്ടി കൂടുതൽ ഔട്ട് അടുത്ത്, അപ്പോൾ ആ വോൾട്ടേജാണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ കിട്ടുക. ശരിയാണല്ലോ. അപ്പോൾ ഇനി കർവ് നോക്കാം. ഇനി കർവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10-നെക്കാട്ടിയും കുറവിൽ എത്രയാണ് ആൻസർ? 10 എന്നുള്ള സാധനത്തിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, 10-നെക്കാട്ടിയും താഴെ 10 തന്നെ കിട്ടണം. അതുപോലെ തന്നെ 10-നെക്കാട്ടിയും മുകളിൽ എത്രയാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് അത്രയും ഇൻപുട്ട് വോൾട്ടേജ് കിട്ടണം. സോ ദിസ് വിൽ ബി അവർ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എല്ലാം ഡയറക്റ്റ് ആവണമെന്നില്ല, ഇങ്ങനത്തെ പ്രോബ്ലം എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, എ സെനർ റെഗുലേറ്റർ ഹാസ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് വേരിയിങ് ബിറ്റ്വീൻ 20 volt and 30 volt. The desired regulator output voltage is 12 volt. അപ്പോൾ ഡിസൈഡ് വോൾട്ടേജ് നിങ്ങൾ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ആയിരിക്കണം? 12 വോൾട്ട് ആയിരിക്കണം. ഓക്കെ, while the load varies between 140 ohm. അതായത് നിങ്ങളെ ലോഡ് RL മിനിമവും RL മാക്സിമം നമുക്ക് എടുക്കാം. അപ്പോൾ RL മിനിമം എത്രയാണ്? 110. RL മാക്സിമം എത്രയാണ്? 10K ആണ്. ഓക്കെ, അപ്പോൾ ദ മാക്സിമം റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ആൻ അൺറെഗുലേറ്റഡ് സോഴ്സ് ആൻഡ് സെനർ ഡയോഡ് വുഡ് ബി ഡാഷ് ഓം. എത്ര ഓം ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് മാക്സിമം ലോഡ് കറണ്ട് കാണാം. ഓക്കെ, മാക്സിമം ലോഡ് കറണ്ട് എങ്ങനെ കാണാം? യുവർ ലോഡ് കറണ്ട് മാക്സിമം വിൽ ബി യുവർ വി ഔട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഡിവൈഡഡ് വിഡ് ബി യുവർ RL മിനിമം. ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ. RL മിനിമം ആയാലേ നമുക്ക് IL എന്ത് ചെയ്യുള്ളൂ, മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ വി ഔട്ട് എത്രയാണ്? നമ്മുടെ 12 ആണ്. RL മിനിമം എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 140. ശരിയാണല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.8577. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണെന്ന്, അല്ല അടുത്ത ഇതിലുള്ള ഇൻഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോഡ് കറണ്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും വെച്ചാൽ നിങ്ങൾ IS മിനിമം ആയിരിക്കും അല്ലേ. IL മാക്സിമം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി IS മിനിമം. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് ഇവിടെ ചോദിച്ചതിന് മാക്സിമം റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് അൺറെഗുലേറ്റഡ് സോഴ്സ് ആണ്. അപ്പോൾ നിങ്ങളോട് RS മാക്സിമം ആണ് ചോദിച്ചിരിക്കുന്നത്. RS മാക്സിമം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി VS മിനിമം മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ യുവർ IS മിനിമം. കറണ്ട് മിനിമം ആയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ സോഴ്സ് കറണ്ട് മിനിമം അല്ല സീരീസ് കറണ്ട് മിനിമം ആയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, RS എന്ത് ചെയ്യുള്ളൂ, മാക്സിമം കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ RS മാക്സിമം കിട്ടണമെങ്കിൽ നിങ്ങളുടെ VS മിനിമം മൈനസ് നിങ്ങളുടെ എന്ത് കിട്ടണം, വി ഔട്ട്. ഓക്കെ, അപ്പം VS മിനിമം എത്രയാണ്? ഇറ്റ് വിൽ ബി 20 മൈനസ് വി ഔട്ട് എത്രയാണ്? 12 ആണ് നമ്മൾ തന്നിരിക്കുന്നത്. IS മിനിമം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ത്, IL മാക്സിമം. സോ ഇറ്റ് വിൽ ബി 0.0857. ഇത് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് 93.3 ohm. ഓക്കെ, സോ ദിസ് വിൽ ബി യുവർ ആൻസർ 93.3 ohm. ഓക്കെ, ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അടുത്തത് 6 volt Zener diode. ഓക്കെ, ഐ വിൽ ഡ്രോ ഇറ്റ്. ഇതാണ് നിങ്ങളുടെ 6 volt Zener diode. ഓക്കെ, ഇതിനെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളുടെ 10 വോൾട്ട്, ഇതാണ് 50 ohm, ഇതാണ് നിങ്ങളുടെ 6. This is your 6 volt. Okay, the 6 volt Zener diode is shown in figure, has 0 Zener resistance and a knee current of 5 milliampere. 5 milliampere ആണ് ഇതിൻ്റെ knee current. Okay, the minimum value of R ആണ് കണ്ടുപിടിക്കുന്നത്. So that the voltage across it does not fall below 6 volt. 6 വോൾട്ടിനെക്കാട്ടി താഴെ അതിൻ്റെ വോൾട്ടേജ് പോകാൻ പാടില്ല. അതായത് നിങ്ങളുടെ വി ഔട്ട് എന്ന് പറയുന്ന സാധനം ഡിസൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 6 വോൾട്ട് ആയിരിക്കണം. നമ്മളുടെ സപ്ലൈ വോൾട്ടേജ് VS എത്രയായിരിക്കും? സപ്ലൈ വോൾട്ടേജ്
അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വി ഔട്ട് 6 വോൾട്ടാണ് ജനറേറ്റർ ക്യാരി ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയും പറയാം അല്ലേ. അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 6, അത് എടുക്കട്ടെ. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് 10 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സപ്ലൈ കറണ്ട് എങ്ങനെ കിട്ടും? നിങ്ങളുടെ സപ്ലൈ കറണ്ട് ഇതാണ്, നിങ്ങളുടെ സപ്ലൈ കറണ്ട് ഇതാണ്, നിങ്ങളുടെ ജനർ കറണ്ട് ഇതാണ്, നിങ്ങളുടെ ലോഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ സപ്ലൈ കറണ്ട് എങ്ങനെ കിട്ടും? യു വിൽ ബി സപ്ലൈ കറണ്ട് വന്നാൽ വി എസ് മൈനസ് നിങ്ങളുടെ വി ഔട്ട് ഡിവൈഡഡ് ബൈ യുവർ ആർ എസ്. എന്നല്ല, വി എസ് എത്രയാണ് 10, വി ഔട്ട് എത്രയാണ് 6 ഡിവൈഡഡ് ബൈ ആർ എസ് എന്ന് വെച്ചാൽ എത്ര 50. യു വിൽ ബി ഗെറ്റിംഗ് 80 മില്ലി ആംപിയർ. ഓക്കെ, ഇനി ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നിങ്ങളുടെ സോഴ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ ലോഡിൻ്റെയും ജനറിൻ്റെയും സമ്മാണ്. അപ്പോൾ ലോഡ് കറണ്ട് മാത്രം എങ്ങനെ കിട്ടും? സോഴ്സ് മൈനസ് യുവർ ജനർ കറണ്ട് അല്ലേ, ഐ എസ് മൈനസ് യുവർ ജനർ കറണ്ട്. ഐ എസ് കിട്ടി നമുക്ക് 80 കിട്ടി. ജനർ കറണ്ട് തന്നിട്ടുണ്ട് തന്നെ, ഈ കറണ്ട് എത്ര 5 മില്ലി ആംപിയർ. സോ യുവർ ആൻസർ വിൽ ബി 75 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, മിനിമം വാല്യൂ ഓഫ് ആർ, ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ ബി വി ഔട്ട് ഡിവൈഡഡ് ബൈ യുവർ ആർ എൽ. ആർ എൽ എന്ന് പറഞ്ഞാൽ ആർ എൽ അല്ല, ഐ എൽ, ലോഡ് കറണ്ട്. ആർ എൽ അല്ലേ ഇതൊന്ന് കാണേണ്ടത്. അപ്പോൾ വി ഔട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഐ എൽ എത്രയാണ്? 75 × 10⁻3. യുവർ ആൻസർ വിൽ ബി 80 ohms. ഓക്കെ, സോ ദിസ് വിൽ ബി യുവർ ആൻസർ. നെക്സ്റ്റ്, ദ കറണ്ട് ത്രൂ ദ ജനർ. ഓക്കെ, ഈ ജനറിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വി വിൽ ലുക്ക്. ഇതാണ് നമ്മുടെ ഫിഗർ. 2.2K 10 വോൾട്ട്. ഓക്കെ, ആർ സെഡ് തന്നിട്ടുണ്ട് 0.1K, വി സെഡ് തന്നിട്ടുണ്ട് 3.3, R1 ഇതാണ് നിങ്ങളുടെ R1. ഓക്കെ, R1 തന്നിട്ടുണ്ട് 3.5, ഈ R 2.2 തന്നിട്ടുണ്ട്. ഇതിലേ ഫ്ലോ ചെയ്യുന്ന കാരണമാണ് ഐ സെഡ്. അപ്പോൾ ഐ സെഡ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഐ സെഡ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അത് ലോഡ് വോൾട്ടേജ് നമ്മൾ വി എൽ മൈനസ് വി എസ് സെഡ് ആണ് അല്ല, ഇതിലേ ഫ്ലോ ചെയ്യുന്ന വി സെഡ് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ആർ സെഡ്. ഓക്കെ, അപ്പോൾ വി എൽ എത്രയാണ്? 10 അല്ല, നിങ്ങളുടെ വി എൽ എത്രയാണ് കിട്ടുക ഇതിൻ്റെ അകത്തുനിന്ന്? നിങ്ങൾ വി എൽ യു വിൽ ബി ഗെറ്റിംഗ് ആസ് ഇതാ, ഈ ലോഡിലെ പോകുന്ന വോൾട്ടേജ് ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ±3.5 വോൾട്ട്. അപ്പോൾ വി എൽ എത്രയാണ്? 3.5 മൈനസ് വി സെഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 3.3. ഇത് ആർ എൽ അല്ലേ, ഇത് വോൾട്ടേജ് അക്രോസ് യുവർ ലോഡാണ് കേട്ടോ, വി എൽ ഡിവൈഡ് ബൈ നിങ്ങൾ ആർ സെഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 0.1. ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടാവും, നമ്മൾ ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, യുവർ ആൻസർ വിൽ ബി 2 മില്ലി ആംപിയർ. അപ്പോൾ വി എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്, അത് 3.5 തന്നിട്ടുണ്ട്. സിമിലർലി നമ്മളുടെ വി സെഡ് തന്നിട്ടുണ്ട് അത്ര 3.3K, ആർ സെഡും തന്നിട്ടുണ്ട് അത്ര 0.1. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് Vm is the peak value of an applied voltage in a half-wave rectifier with a large capacitor across the load. അപ്പോൾ the peak inverse voltage will be എത്രയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ വി എം എന്ന് പറയുന്നത് നമ്മുടെ പീക്ക് വാല്യൂ ആണ് ഹാഫ് വേവ് റെക്ടിഫയറിൽ. ഓക്കെ, അപ്പം കപ്പാസിറ്റർ ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ ജസ്റ്റ് വരച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ എന്ത് വി എസ്. ഇത് നമ്മളൊരു ഡയോഡ് ഉണ്ടാവുമല്ലോ ഹാഫ് വേവ് അല്ലേ, ഇതിൻ്റെ അക്രോസ് ലോഡിൻ്റെ അക്രോസ് ഒരു കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാ ലോഡിൻ്റെ അക്രോസ് ഒരു കപ്പാസിറ്റർ, ദിസ് ഈസ് യുവർ ലോഡ്, ഇതിൻ്റെ അക്രോസ് ഒരു കപ്പാസിറ്റർ. ഓക്കെ, അത് പ്ലസ് ഓർ മൈനസ് വി മാക്സ്, അതിൽ മാക്സിമം വോൾട്ടേജ് വി എം. ഓക്കെ, അപ്പം ഇതിൻ്റെ മാക്സിമം തന്നെയായിരിക്കും ഇതിൻ്റെ അക്രോസ് ഉള്ള മാക്സിമം അല്ലേ, സെയിം ഇത് തന്നെയായിരിക്കുമല്ലോ. അപ്പം ചോദിക്കുന്ന ചോദ്യം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. അപ്പം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി നമ്മുടെ സ്റ്റഡി വോൾട്ടേജ്, ഈ ലോഡിന് അക്രോസിലെ സ്റ്റഡി വോൾട്ടേജ്, ഈ ലോഡിന് അക്രോസിലെ വോൾട്ടേജ് എത്രയാണ്? ഈ വി മാക്സ് തന്നെയല്ലേ, കാരണം ഇതിവിടെ കിട്ടുന്ന അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ലോഡിൻ്റെ അക്രോസും കിട്ടുക. ഓക്കെ, അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 2 വി മാക്സ്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വെച്ചാൽ ഇറ്റ് വിൽ ബി 2 × വി മാക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വി എം. ക്ലിയർ? നെക്സ്റ്റ്, given the circuit below,
where RF is the forward resistance and RL is the load resistance. What is the average rectified current? Average rectified current ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ തരുന്ന ഫിഗർ ഇതാണ്. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻസ് വേണമെന്നില്ല, നമുക്കത് ജസ്റ്റ് ഒന്ന് പറയാം ഞാനത് ക്ലിയർ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൂഫ് ചെയ്തിരുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് പറയാമല്ലോ അതും. ഓക്കെ, VM sin ωt. അപ്പോൾ ആവറേജ് റെക്ടിഫൈഡ് കറണ്ട് ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ ഹാഫ് വേവിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ് RF എന്ന് നമ്മൾ പറഞ്ഞല്ലേ, അതുപോലെ തന്നെ RL ആണ് നിങ്ങളുടെ ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസാണിത്. ഓക്കെ, അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ നിങ്ങളുടെ I മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എഴുതിക്കോ. I മാക്സിമം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി VS മാക്സ് ഡിവൈഡഡ് ബൈ യുവർ RL പ്ലസ് RF. ഓക്കെ, അതുപോലെ നിങ്ങളുടെ IDC എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി I മാക്സിമം ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ ആൻസർ കിട്ടേണ്ട ഇതായിരുന്നു. ഓക്കെ, IDC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് റെക്ടിഫൈഡ് അല്ലേ, ആവറേജിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ I max ഡിവൈഡ് ബൈ പൈ, I maxന് വേറെ ഇത് എഴുതണമായിരുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ പൈ ഇൻറ്റു RL പ്ലസ് RF. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോമുല നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ. സിമിലർലി നമ്മുടെ ഇതിൻ്റെ എന്തായാലും ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മുടെ DC ഔട്ട്പുട്ട് വോൾട്ടേജും കൂടി കാണാം. ഓക്കെ, നമ്മുടെ DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വാട്ട്, VDC അല്ലേ, ഇറ്റ് വിൽ ബി IDC ഇൻറ്റു RL. ശരിയാണല്ലോ. IDC നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എത്രയാണ്, VS മാക്സ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു RL ഡിവൈഡഡ് ബൈ RL പ്ലസ് RF. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും കിട്ടും, VDCയും കിട്ടും. IDC എന്ന് പറഞ്ഞാൽ അറിയാം, RLും നമുക്ക് ഉണ്ട്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദിസ്. ഓക്കെ, ഇതിനെ നമ്മൾ VDCനെ ഒന്നും കൂടി ഒന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റണമെങ്കിൽ വി ക്യാൻ യൂസ്, അല്ലെങ്കിൽ നമ്മളിതൊന്ന് മാറ്റി എഴുതാം, VS മാക്സ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് RF ഡിവൈഡഡ് ബൈ RL പ്ലസ് RF. ഓക്കെ, സെയിം റിസൾട്ട് തന്നെ വരിക, RF കട്ടാവും, RL ഡിവൈഡ് ബൈ RL പ്ലസ് RFനെ കിട്ടുക. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ഫോമുല കിട്ടാനാണ്. വി വിൽ ലുക്ക്, ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം VS മാക്സ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു RL പ്ലസ് RF ഇൻറ്റു RF എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു VS മാക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് ഈ ടേം എന്തായിരുന്നു, VS മാക്സ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു RL പ്ലസ് RF, അതല്ലേ ഈ ടേം, അതെന്ത് സാധനം, IDC അല്ലേ. അപ്പോൾ മൈനസ് IDC ഇൻറ്റു RF. ഇങ്ങനെയും ഒരു ഫോമുല ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ VDC ഈക്വൽ ടു VS മാക്സ് ഡിവൈഡ് ബൈ പൈ മൈനസ് IDC ഇൻറ്റു RF. അപ്പോൾ VDCക്ക് ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്, IDCൻ്റെ ഫോമുലാണിത്, I മാക്സിൻ്റെ ഫോമുലാണിത്. ഓക്കെ, അവിടെ ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് DC വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് DC വോൾട്ടേജ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. VDC എന്ന് പറഞ്ഞാൽ VS മാക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് IDC ഇൻറ്റു RF. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഇതാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ്, in a rectifier shown below, what should be the minimum peak inverse voltage? Okay, minimum peak inverse voltage ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റെക്ടിഫയർ സർക്യൂട്ട്. will be having C, will be having a plus or minus VDC. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ C ആണ്, ഇത് D ഡയോഡ്. ഈ വോൾട്ടേജ് ആണ് അറിയേണ്ട ആവശ്യമുള്ളൂ. ഇത് 12 വോൾട്ടാണ്, ഇത് 230 വോൾട്ട് 50 ഹെർട്സ്. ഓക്കെ, ഇത് ഗ്രൗണ്ട് ചെയ്യുക. അപ്പം മിനിമം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിനിമം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എങ്ങനെ കാണും എന്നാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം എത്രയാണ്, ഇറ്റ് വിൽ ബി 2 ഇൻറ്റു V മാക്സ്. ഓക്കെ, V മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, √2 ഇൻറ്റു VRMS അല്ലേ. നമ്മൾ അതന്നെ പറഞ്ഞു, ഇതിൽ ഈ VRMS എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി പ്രോബ്ലം കഴിഞ്ഞു. ഈ VRMS എത്രയാണ്, 12 വോൾട്ട് അല്ലേ. അപ്പോൾ അത് മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇൻറ്റു √2 ഇൻറ്റു 12, യുവർ ആൻസർ വിൽ ബി 24 √2. ക്ലിയർ. ആ ഫോമുലാസ് ക്ലിയർ ആയിട്ട് പോകുക എന്നുള്ളതാണ് കാര്യം. അടുത്തത്, ഇൻ ദ സർക്യൂട്ട് ഓഫ് യുവർ അഡ്ജസൻറ്റ് ഫിഗർ, ദിസ് ഈസ് യുവർ ഫിഗർ. ഓക്കെ, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. you will be having a pure inductor. Okay,
ദ ഡയോഡ് കണ്ടക്ട്സ് ഫോർ എത്ര ആംഗിളിലാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഡയോഡും ഒരു ഇൻഡക്ടറുമാണ് ഉള്ളതെങ്കിൽ എത്ര സമയത്തേക്കാണ് നിങ്ങൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ഡയോഡിൻ്റെ നിങ്ങളുടെ കറണ്ടിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എത്രയാണ്? ഇറ്റ് വിൽ ബി വി എസ് മാക്സ് ഇൻറ്റു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് എഴുതി വയ്ക്കുക, 1 - cos ωt ഡിവൈഡ് ബൈ ωL. ഓക്കെ, പവർ ഇലക്ട്രോണിക്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എഫക്റ്റൊക്കെ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു വി എസ് ആണെങ്കിൽ, വി എസ് കർവ് ആണെങ്കിൽ നിങ്ങളുടെ ഐ എസ് കർവ് എന്ത് വരുന്നു പറഞ്ഞാൽ, ഒരു ഇൻഡക്ടർ ജസ്റ്റ് സിമ്പിൾ ഒരു ഡയോഡിൽ പേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കണ്ടക്ടിങ് ഫുള്ളി. അതായത് നിങ്ങളുടെ ഡയോഡ് എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യും? 360 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. അതാണ് ഒരു ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, യുവർ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ഔട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയോഡ് കണ്ടക്ട്സ് ഫോർ 360 ഡിഗ്രീസ്. ഓക്കെ, അതൊരു ഡയോഡ് അവിടെ പ്ലേസ് ചെയ്യാനുള്ള അതിൻ്റെ പ്രോപ്പർട്ടിയാണത്. ഓക്കെ, ഫോർ എ റെക്ടിഫയർ സർക്യൂട്ടിൽ ഈസ് ഗിവൺ ദ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു, ഒരു റെക്ടിഫയർ, സാധാരണ റെക്ടിഫയർ സർക്യൂട്ടിൽ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഫോമിലാണ് ചോദിക്കുന്നത്. എന്താണ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലേഷൻ ഈസ് നത്തിങ് ബട്ട് ദ വേരിയേഷൻ ഓഫ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡി സി ലോഡ് കറണ്ട്. അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് റെഗുലേഷൻ ഫുൾ ലോഡ് നോ ലോഡിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വി നോ ലോഡ്. ഓപ്ഷനോടൊന്നും വേണമെന്നില്ല, നമ്മൾ ജസ്റ്റ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, വി നോ ലോഡ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഫുൾ ലോഡ് ഇൻറ്റു 100. ദിസ് ഈസ് യുവർ ഫോർമുല ഫോർ പെർസെൻറ്റ് വോൾട്ടേജ് റെഗുലേഷൻ. നെക്സ്റ്റ്, എ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് യൂസിങ് ഐഡിയൽ ഡയോഡ് ഹാസ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ദ ആവറേജും ആർ എം എസ് വോൾട്ടേജുമാണ് കാണേണ്ടത്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, നമുക്ക് ആവറേജും ആർ എം എസും ആണ് കാണേണ്ടതെങ്കിൽ നമുക്ക് പറ്റും. കാരണം നമ്മളെ ഇതിൽ ഈ ഒരു ഇക്വേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വി എസ് മാക്സിമം കിട്ടുമല്ലോ, അല്ലെങ്കിൽ വി മാക്സ് കിട്ടുമല്ലോ. അത്ര 20 അല്ലേ, നമ്മൾ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്നുള്ള പറയുന്നത്. അപ്പോൾ വി എസ് മാക്സിമം 20 അല്ലേ. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. ആവറേജ് വാല്യൂ, ആർ എം എസ് വാല്യൂ. ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ആവറേജ് വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്താ? ഇറ്റ് വിൽ ബി വി എസ് വി എം ബൈ പൈ. ശരി, അതുപോലെ നിങ്ങളുടെ ആർ എം എസ് വാല്യൂവിൻ്റെ ഹാഫ് വേവ് റെക്ടിഫയർ എത്രയാണ്? ഇറ്റ് വിൽ ബി വി എസ് മാക്സ് ഡിവൈഡഡ് ബൈ 2 അല്ലേ. വി എസ് മാക്സ് ഡിവൈഡ് ബൈ പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 20 ബൈ, ഇവിടെ എത്രയാണെങ്കിൽ ഇറ്റ് വിൽ ബി 20/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. ക്ലിയർ? ഇതൊക്കെ ചിലപ്പോൾ ഓപ്ഷനൊക്കെ തരുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി പൈൻ്റെ ഒക്കെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യണം. ഞാൻ ജസ്റ്റ് ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഓക്കെ, ഇതൊക്കെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്ന ക്വസ്റ്റ്യനൊന്നും നിങ്ങൾ വേസ്റ്റായി പോകുമെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ പല എക്സാമുകൾക്കൊക്കെ ചോദിച്ചതാണ്. ഓക്കെ, IS അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSCക്കൊക്കെ ചോദിക്കുന്ന ഓരോരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, കമ്പ്യൂട്ട് ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഫോർവേഡ് ബയാസ് ഡൈനാമിക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. RMS വോൾട്ടേജും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ കാണേണ്ടത് റിപ്പിൾ ഫാക്ടറാണ്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആറും ആറെല്ലൊന്നും തന്നിട്ടൊന്നും വലിയ കാര്യമില്ല ശരിക്കും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ ഈ ആറും ആറെല്ലാം തന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഫുൾ വേവ് നമുക്ക് അറിയണം. അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം ഫോം ഫാക്ടർ നമ്മൾ KF എന്നായിരിക്കും ഞാൻ എഴുതിയിട്ടുണ്ടാവുക. ഫോം ഫാക്ടർ ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ എന്നത് IRMS ഡിവൈഡ് ബൈ IAV അല്ലേ. അതെത്ര കിട്ടിയത്? IRMS എന്ന് പറഞ്ഞാൽ I മാക്സിമം ഡിവൈഡ് ബൈ √2 ഡിവൈഡ് ബൈ I ആവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു I മാക്സ് ഡിവൈഡ് ബൈ പൈ. ശരിയല്ലേ? ദാറ്റ് വിൽ ബി പൈ ഡിവൈഡർ ബൈ 2√. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഓപ്ഷനിൽ, പൈ ഡിവൈഡ് ബൈ 2√2 എന്നൊക്കെ. അപ്പോൾ പൈ ഡിവൈഡ് ബൈ 2√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.11. ക്ലിയർ? അതുപോലെ നിങ്ങളുടെ റിപ്പിൾ ഫാക്ടർ എങ്ങനെ കിട്ടും? നിങ്ങളുടെ റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോം ഫാക്ടർ സ്ക്വയർ -1 അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 1.1 സ്ക്വയർ -1. യുവർ ആൻസർ വിൽ ബി 0.482. അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ വരാം. നിങ്ങൾ ജസ്റ്റ് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. സംഭവം സിമ്പിളാണ്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെൻ കമ്പയർഡ് വിത്ത് എ ബ്രിഡ്ജ് റെക്ടിഫയർ. ഒരു സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിന് എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് എന്നാണ് നടത്തുക. എന്നിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ ടാപ്പ് നമ്മൾ യൂട്ടിലൈസേഷൻ ഫാക്ടർ ജസ്റ്റ് ഒന്ന് നോക്കാം. യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് എ സെൻറ്റർ ടാപ്പ് എത്രയാണ്? ഇറ്റ് ഈസ് 0.692. സിമിലർലി ഓഫ് എ ബ്രിഡ്ജ് എത്രയാണ്? ബ്രിഡ്ജ് റെക്ടിഫയർ
ഇറ്റ് വിൽ ബി 0.812. ശരിയാണല്ലോ. അതുപോലെ സെൻറ്റർ ടാപ്പിൽ നിങ്ങളുടെ സെൻറ്റർ ടാപ്പ് പോയിൻ്റ് എന്താണ്? ഗ്രൗണ്ടഡ് ആണ്. ശരിയല്ലേ? അതുപോലെ തന്നെ സെൻറ്റർ ടാപ്പിൽ എത്ര ഡയോഡ് വേണം? സെൻറ്റർ ടാപ്പിൽ 2 ഡയോഡും നിങ്ങളുടെ ബ്രിഡ്ജിൽ എത്ര വേണം? ബ്രിഡ്ജിൽ 4 വേണം. ഓക്കെ. അതുപോലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇൻ കേസ് ഓഫ് യുവർ സെൻറ്റർ ടാപ്പിലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയാണ്? ഇറ്റ് വിൽ ബി 2 Vmax. അതുപോലെ ബ്രിഡ്ജിൽ എത്രയാണ്? ഇറ്റ് വിൽ ബി Vmax. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇതൊക്കെ തന്നെ എനിക്ക് തന്നത്, ഞാനത് ജസ്റ്റ് റഫ് ചെയ്ത് തന്നു. അപ്പം സെൻറ്റർ ടാപ്പിന് എന്താണ് പ്രത്യേകത? ലാർജ് യൂട്ടിലൈസേഷൻ ഫാക്ടർ ആണോ എന്നാണ് ചോദ്യം. സെൻറ്റർ ടാപ്പിന് യൂട്ടിലൈസേഷൻ ഫാക്ടറും ബ്രിഡ്ജും തന്നു. ബ്രിഡ്ജിനാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ കൂടുതൽ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫ്ലോയിങ് ഔട്ട്പുട്ട് ടെർമിനൽസ്. നോ ഇൻപുട്ട് ഈസ് ടെർമിനൽസ് ഗ്രൗണ്ടഡ്. അല്ല, സെൻറ്റർ ടാപ്പ് ഗ്രൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. നീഡ്സ് ഡയോഡ്സ് ഓഫ് എ ലോവർ PIV റേറ്റിംഗ്. സെൻറ്റർ ടാപ്പിന് PIV റേറ്റിംഗ് കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ആകെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ശരി. എന്താണ്? നീഡ്സ് 2 ഡയോഡ് ഇൻസ്റ്റെഡ് ഓഫ് 4. ശരിയാണ്. സെൻറ്റർ ടാപ്പിന് 2 ഡയോഡേ വേണ്ടു. ബ്രിഡ്ജിനാണെങ്കിൽ എന്ത് വേണം? 4 വേണം. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 ഓൺലി ഈസ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വൺ ഓഫ് ദ ഡയോഡ്സ് ഇൻ എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഓപ്പൺസ് ദ ഔട്ട്പുട്ട് ഈസ് ഡാഷ്. ഒരെണ്ണം ഒരു ഫുൾ വേവിലെ ഒരു ഡയോഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താവും? ഇപ്പോൾ സപ്പോസ് ഇഫ് യു ആർ ഓപ്പണിംഗ് 1 ഡയോഡ് ഇൻ എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ദ സർക്യൂട്ട് ബിഹേവ് ആസ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് വോൾട്ടേജ്. അല്ലെങ്കിൽ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഹാഫ് വേവ് റെക്ടിഫൈഡ് വോൾട്ടേജ് ആണ് കിട്ടുക. ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ ഡയോഡ് യൂസ്ഡ് ഇൻ പവർ സപ്ലൈ സർക്യൂട്ട്സ് ആർ ചോസൺ ബൈ വൺ ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. ദ ഡയോഡ്സ് used in a full wave rectifier should be rated 2 VM and bridge equal to 2 VM. ഓക്കെ, അപ്പം ഇതാണ് ചോദ്യം. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. VM എന്ന് പറഞ്ഞാൽ പീക്ക് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിലെ ഡയോഡിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫുൾ വേവ് ആകുമ്പോൾ 2 VM ബ്രിഡ്ജ് VM ആണ്. അത് ശരിയാണ്, ഇത് ശരിയാണ്. ഓക്കെ, ബാക്കിയുള്ളത് നോക്കാം. ഫുൾ വേവ് റെക്ടിഫയറിൽ VM ആണോ? അല്ല. ബ്രിഡ്ജിലെ 2 VM ആണോ? അല്ല. ഇത് രണ്ട് നേരെ തിരിഞ്ഞിട്ടാണ്. അതാണ് മുകളിൽ എഴുതിയത്. ഡയോഡ് ഷുഡ് ബി റേറ്റഡ് ഫോർ VM ഓൺലി എന്നൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. റേറ്റഡ് ഇതാണ് കറക്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ആൻസർ. അതായത് നിങ്ങൾ ഫുൾ വേവ് റെക്ടിഫയറിലാണെങ്കിൽ 2 VM, അതുപോലെ ബ്രിഡ്ജ് ആണെങ്കിൽ എന്താണ്? VM. ക്ലിയർ? അപ്പം അത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനിയും. വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കുറച്ച് ഒബ്ജക്റ്റീവ്സുമായിട്ട് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, so we will be seeing in your next class. Okay, thank you.